ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവാതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനത്തിൻ്റെ അരികിലിരിപ്പാൻ ഒരിക്കൽ കൂടി കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവമക്കളെ, ഭൂമിയിൽ മനുഷ്യനുണ്ടായ കാലം മുതൽ ദൈവത്തെ എങ്ങനെയും പ്രസാദിപ്പിക്കണമെന്നുള്ള ഒരു ചിന്ത അനേകരുടെയും ഹൃദയത്തിൽ അറിഞ്ഞും അറിയാതെയും ഉളവായിക്കൊണ്ടിരിക്കുന്നതാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവം പ്രസാദിക്കുന്നൊരു ജീവിതം നയിക്കുക. എന്നാൽ നാം ഇവിടെ വായിച്ചു കേട്ടു, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന്. ഈ തിരുവചനം നാം പഠിക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ നല്ലൊരു തുടക്കം കിട്ടിയെങ്കിലും എന്നാൽ അവരുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കാത്ത കാര്യങ്ങൾ വന്ന് അവർ വഴിമധ്യേ യാത്രമധ്യേ പട്ടുപോയ അനേകരെക്കുറിച്ച് ഈ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ദൈവമക്കളെ, നാം ഓരോരുത്തരും ദൈവവചനം കേട്ട് ജീവിതത്തിൽ ഒരു ക്രമീകരണം വരുത്തി കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റുവാൻ ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം നയിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ ഇറങ്ങി പുറപ്പെട്ടവരാണ്. എന്നാൽ തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവർ യാത്ര പുറപ്പെട്ടവരായിരുന്നു. അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിച്ചേക്കാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. അവരെല്ലാവരും മേഘത്തിൻ്റെ കീഴിൽ യാത്ര ചെയ്തവരായിരുന്നു. എല്ലാവരും സമുദ്രത്തോടെ കടന്ന് എല്ലാവരും സമുദ്രത്തിൽ കൂടി ചെങ്കടലിൽ കൂടി കടന്നു പോകുന്നവരായിരുന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. ദൈവത്തിൻ്റെ പ്രവാചകനായ മോശയോട് ചേർന്ന് മോശയുടെ കൈക്കീഴിൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം അവർ യാത്ര പുറപ്പെട്ടവരാണ്, യാത്ര ആരംഭിച്ചവരാണ്. യാത്രയുടെ വലിയൊരു ഘട്ടം വരെയും അവർ തരണം ചെയ്തവരാണ്. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. പ്രിയപ്പെട്ടവരെ, അവരെല്ലാവരും കുടിച്ചത് ഒരേ ആത്മീയ പാനീയമായിരുന്നു. നാം വായിക്കുന്നുണ്ട്, പാറ പിളർന്ന് ദൈവം ഇസ്രായേൽ മക്കൾക്ക് ജീവജലം കൊടുത്തു എന്ന്. മരുഭൂമിയിൽ വെള്ളം കിട്ടാതായപ്പോൾ അവർ മോശയോട് പിറുപിറുത്തുവെങ്കിലും ദൈവം പാറ പിളർന്ന് അവർക്ക് വെള്ളം കൊടുത്തു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. പ്രിയപ്പെട്ടവരെ, അവരെ ഒരു പാറ അനുഗമിച്ചിരുന്നു, അവരൊരു പാറയെ പിൻപറ്റിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. ഇസ്രായേൽ ജനം ചിന്തിച്ചത് മോശയാണ് തങ്ങളെ പുറപ്പെടുവിച്ചത്, മോശയാണ് തങ്ങളെ നടത്തിക്കൊണ്ടു പോകുന്നത്, മോശയാണ് ഞങ്ങൾക്ക് എല്ലാം എന്ന് ചിന്തിച്ചാണ് അവർ മുമ്പോട്ട് പോയതെന്ന് നമുക്കറിയാം. എന്നാൽ തുടർന്ന് നാം വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്തോത്രം, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ആരിലും പ്രസാദിച്ചില്ല എന്നല്ല, മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന്. ദൈവമക്കളെ, തിരുവചനം നാം പഠിക്കുമ്പോൾ ഈ ക്രിസ്തീയ യാത്രയിൽ ഉടനീളം നാം തിരുവചനത്തിൽ കാണുന്നുണ്ട്, ദൈവം പ്രസാദിക്കാതെ പോയ അല്ലെങ്കിൽ യാത്രമധ്യേ പട്ടുപോയ പ്രിയപ്പെട്ട ക്രിസ്തീയ യാത്രയിൽ അവർ വീണുപോയ അനേകരെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഇവിടെ നാം വായിച്ചു കേട്ടു, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക്
ബുദ്ധിയുപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ദൈവത്തിന് എന്തിനു വേണ്ടിയാണ് ഇത് തിരുവചനത്തിൽ എഴുതി പുതിയ വിശ്വാസികളായ നമുക്ക് തന്നിരിക്കുന്നത് എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾക്ക് ഒരു ബുദ്ധി ഉപദേശമായിട്ട്, ഒരു മുൻകരുതലായിട്ട്, ഒരു ചൂണ്ടുവലകയായിട്ട് ഇത് നമുക്ക് തന്നിരിക്കുകയാണ്. എന്ത് വീണു പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ദൈവം പ്രസാദിക്കാതെ വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കൊരു മുന്നറിയിപ്പായിട്ട് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവനെ, ദൈവത്തിൻ്റെ വഴിയിൽ യാത്ര പുറപ്പെട്ടുവെങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന്. അവർ ചെങ്കടൽ കടർന്നവരാണ്, അവർ മരുഭൂമിയിൽ മന്ന തിന്നവരാണ്, അവർ ജീവജല നദിയിൽ നിന്ന് ജീവജലം കുടിച്ചവരാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, അവർ ഒരധ്വാനവും ചെയ്യാതെ, അവരുടെ ഒരു പ്രയത്നവും കൊണ്ടല്ല അവർ മിസ്രൈം വിട്ടുപോകുന്നതെന്ന് നമുക്ക് വായിക്കാൻ കഴിയും. കാരണം അവർ മിസ്രൈമിൽ 430 കൊല്ലക്കാലം ദൈവജനം അടിമകളായി ഫറവോൻ്റെ കീഴിൽ കഠിനമേറിയ പീഡകളേറ്റ് വലഞ്ഞുപോയ ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ദൈവമക്കളിൽ നിന്ന് തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്തോത്രം, 10ാമത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരം പ്രിയപ്പെട്ടവരെ അതുമൂലം അവർ വിടുവിക്കപ്പെട്ടുവെന്ന്. മാത്രമല്ല, ഇസ്രായേൽ ജനങ്ങൾ ഒരു കുഞ്ഞാടിനെ അറുത്ത് സംഹാര തൂന്നലിൽ നിന്ന് അവർ രക്ഷ നേടിയെന്ന്. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? അവർ ഒരു കുഞ്ഞാടിനെ അറുത്തതുകൊണ്ട് ആ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ് അവർ സംരക്ഷിക്കപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അത്ഭുതകരമായി അവരെ വിടുവിക്കുകയാണ്. നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, അവർ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് കരഞ്ഞു എന്ന്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവമക്കളെ, അതിൻ്റെ പിന്നിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം തൻ്റെ സ്നേഹിതനായ അബ്രാഹാമിനോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു. എന്ത്? ഈ ജനം മിസ്രൈമിൽ 430 കൊല്ലം അടിമകളായി പാർക്കും, എന്നാൽ പ്രിയപ്പെട്ടവരെ അവിടുന്ന് അവരെ വിടുവിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന്. ദൈവത്തിന് ദൈവമക്കളെ, ദൈവത്തിൻ്റെ കരം അടിമത്തത്തിൽ നിന്ന്, ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന്, ഫറവോൻ്റെ ഉരുക്കുമുട്ടിയിൽ നിന്ന്, അടിമവേലയുടെ കാഠിന്യത്തിൽ നിന്ന് ദൈവജനത്തെ ദൈവം വിടുവിച്ചതായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അവർ യാത്ര പുറപ്പെട്ടവരായിരുന്നു, അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവരായിരുന്നു, ദൈവത്തോടുകൂടെ നടക്കാൻ അവർ ജീവിതം സമർപ്പിച്ചവരായിരുന്നു. എന്നാൽ തിരുവചനം നമുക്കൊരു മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ്, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതി തന്നിരിക്കുകയാണ് പരിശുദ്ധാത്മാവ്. എന്താണ് പ്രിയപ്പെട്ടവരെ ബുദ്ധിയുപദേശം? ക്രിസ്തീയ ജീവിതത്തിൽ ഇതുപോലുള്ള അവസരമുണ്ട് എന്ന്, വീണുപോകാൻ സാധ്യതയുണ്ട് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിന് താഴോട്ട് നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, അതും ഒരു മുന്നറിയിപ്പാണ്. എന്ത്? നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടോ, അടയാളങ്ങൾ കണ്ടതുകൊണ്ടോ, അത്ഭുതങ്ങൾ ജീവിതത്തിൽ നിറവേറിയതുകൊണ്ടോ ഒന്നും പ്രിയപ്പെട്ടവരെ എത്തപ്പോകണമെന്നില്ല. എക്കാലവും ജീവിതയാത്രയിൽ നമുക്ക് കർത്താവിനോടുകൂടെ പോകാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. നാം മനസ്സിലാക്കണം, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവജനത്തെക്കുറിച്ച്, ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്, അവരിൽ മിക്ക പേരിലും സ്വർഗത്തിലെ ദൈവം പ്രസാദിച്ചില്ല എന്ന്. ദൈവമക്കളിൽ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കണം. നാം തിരുവചനം കേൾക്കുമ്പോൾ നമ്മോട് തന്നെ ചോദിക്കണം, എന്ത്? എൻ്റെ ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ എന്നെ തന്നെ ഞാൻ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ട അടിമനുഖത്തിൽ നിന്ന്, ഫറവോൻ്റെ ഉരുക്കുമുട്ടിയിൽ നിന്ന് ഇസ്രായേൽ ജനം കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സംഹാരദൂതൻ്റെ അതിൽ നിന്ന് വിടുവിക്കപ്പെട്ടതുകൊണ്ടും അവർ മോചനം പ്രാപിച്ച് അവർ ചെങ്കടൽ കടന്ന് പ്രിയപ്പെട്ടവരെ ദൈവത്തോടുകൂടെ യാത്ര പുറപ്പെട്ട ഒരനുഭവം നമുക്കുണ്ടോ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മെ ഞെരിച്ചുകൊണ്ടിരുന്ന, നമ്മെ അടിമത്തത്തിലാക്കിയിരുന്ന പൈശാചിക വ്യാപാരങ്ങളിൽ നിന്നും പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്നെല്ലാം സ്വാതന്ത്ര്യം പ്രാപിച്ച് ക്രിസ്തുവിനോടുകൂടെ യാത്ര പുറപ്പെട്ട ഒരനുഭവം നമുക്കുണ്ടോ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. യഥാർത്ഥമായ ഒരു ക്രിസ്തീയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ചിട്ടുണ്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ, യാത്ര പുറപ്പെട്ടവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് പറയണം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല
അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച് 12 കൊട്ട നിറച്ചെടുത്ത് അവരതെല്ലാം കണ്ടവരാണ്. പിറ്റേ ദിവസം അവർ കർത്താവിനെ അന്വേഷിച്ച് കണ്ടുമുട്ടിയപ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് അവർ യേശുവിനെ അന്വേഷിച്ചത്. ദൈവമക്കളെ, അന്നത്തെ ജനം 1000 കർത്താവിൻ്റെ പിന്നാലെ തടിച്ചുകൂടി. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരൊന്നും ആത്മാവിൻ്റെ രക്ഷയോ നിത്യജീവനോ ലാക്കാക്കി കർത്താവിൻ്റെ പിന്നാലെ വന്നവരല്ല. പിന്നെയോ താൽക്കാലികമായ രോഗസൗഖ്യങ്ങൾ, അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒന്ന് മാറിക്കിട്ടണം. മാത്രമല്ല, കർത്താവിൻ്റെ കൂടെ പോയാൽ അപ്പം തിന്നാം, തൃപ്തിയോടെ ജീവിക്കാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ലക്ഷ്യത്തോടെയാണ് അനേകരും കർത്താവിൻ്റെ പിന്നാലെ വന്നത്. ദൈവമക്കളെ, എതിരിയായ ലാക്കും ലക്ഷ്യവും കിട്ടിയവർ ആരും തന്നെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നതെന്ന്. 77-ാമത്തെ വാക്യം. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല. കർത്താവ് അവരോട് പറയുകയാണ്, നശിച്ചു പോകുന്ന ഈ അപ്പം ഞാൻ വാഴ്ത്തി നുറുക്കി നിങ്ങൾക്ക് തന്ന ആ അപ്പം, അതുകൊണ്ട് നിങ്ങൾക്ക് നിത്യത കിട്ടുകയില്ല. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. ദൈവത്തിന് സ്വപ്നപ്പെട്ടേ, കർത്താവിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു വേദനയുണ്ടായിരുന്ന കാര്യമാണെന്ത്? 1000 ജനങ്ങൾ തടിച്ചു കൂടുമ്പോഴും നിത്യജീവൻ ലാക്കാക്കി വരുന്നവർ, നിത്യത ലാക്കാക്കി വരുന്നവർ, ഈ ലോക ജീവിതത്തിന് അപ്പുറമുള്ളത് ലക്ഷ്യം വെച്ച് വരുന്നവർ അന്നും കുറവാണെന്ന് കർത്താവ് വേദനയോടെയാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മനുഷ്യൻ്റെ ഹൃദയം എന്നും ഈ ലോകത്തിലെ വേദനകളും ഈ ലോകത്തിലെ ദുഃഖങ്ങളും ഈ ലോകത്തിലെ രോഗങ്ങളും പട്ടിണിയും പ്രയാസങ്ങളും എല്ലാം മാറിക്കിട്ടണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് മനുഷ്യൻ്റെ ഹൃദയം. അതൊരിക്കലും തെറ്റുമല്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ആത്യന്തികമായ ഈ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് കൊണ്ട്, കൂട്ടായ്മ ജീവിതം നയിക്കുന്നത് കൊണ്ട്, യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നത് കൊണ്ട്, നമ്മുടെ ജീവിതത്തിലൊരു സമർപ്പണം എടുത്തത് കൊണ്ട് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് നാം ചിന്തിക്കാറുണ്ടോ? ഇവിടെ സ്വസ്ഥത ലഭിക്കണമെന്നാണോ? ഇവിടെ ആരോഗ്യത്തോടെ ജീവിക്കണമെന്നാണോ? അതോ അതിനപ്പുറം എനിക്ക് നിത്യതയിൽ എൻ്റെ കർത്താവിനോടുകൂടെ ജീവിക്കണമെന്നുള്ള ആ ഒരു ലാക്കും ലക്ഷ്യവുമാണോ നമ്മെ മുമ്പോട്ട് നയിക്കുന്നതെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട, കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് എപ്പോഴും നോക്കുന്നുണ്ട്. ഈ മകൻ്റെ ലക്ഷ്യം എന്താണെന്ന്, ഈ മകളുടെ ലക്ഷ്യവും ലാക്കും എന്താണെന്ന്, ഈ യൗവനക്കാരി എൻ്റെ വചനം കേൾക്കുന്നതിൻ്റെ പിന്നിലുള്ള ലാക്ക് എന്താണെന്ന്. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ച് നോക്കണം. എൻ്റെ ലാക്കും ലക്ഷ്യവും എന്താണെന്ന്. നിത്യജീവനാണോ ലാക്കാക്കി പുറപ്പെട്ടിരിക്കുന്നത്? നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന, നിത്യതയിലേക്ക് നിലനിൽക്കുന്ന ആ ആഹാരമാണോ നാം അന്വേഷിച്ച് നടക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, അനേകരും ഇന്ന് ഈ ലോകത്തിലെ താൽക്കാലികമായ കാര്യങ്ങളിൽ മാത്രം തട്ടി നിൽക്കുന്നവരാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം കർത്താവിനോടുകൂടെ നടക്കുമ്പോൾ, കൂട്ടായ്മ ജീവിതം നയിക്കുമ്പോൾ, തിരുവചനത്തിൻ്റെ കീഴിൽ ഇരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും അവൻ്റെ ആവശ്യങ്ങളുടെ മേലെ എല്ലാം കരം വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. തിരുവചനം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മഗ്ദലക്കാരി മറിയ പ്രിയപ്പെട്ട യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി. എന്നാൽ ഒരിക്കലും കർത്താവ് അവളുടെ ജീവിതത്തിലെ ഭൂതത്തെ ശാസിച്ചകറ്റിയെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. എന്നാൽ അവൾക്ക് ഭൂതമുണ്ടായിരുന്നു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തി. ദൈവമക്കളെ, എപ്പോഴാണ് ഇത് പോയതെന്ന് നാം ചിന്തിക്കാറുണ്ടോ? ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരമുള്ളിടത്തിരിക്കുമ്പോൾ, സ്വർഗത്തിൻ്റെ കണ്ണും കാതുമുള്ളിടത്തിരിക്കുമ്പോൾ, ജീവൻ്റെ വചനമിറങ്ങി വരുന്നിടത്തിരിക്കുമ്പോൾ മനുഷ്യൻ്റെ ബന്ധനങ്ങൾ അഴിയും, മനുഷ്യൻ്റെ ഭൂതബാധകൾ മാറും, മനുഷ്യൻ്റെ രോഗബന്ധനങ്ങൾ അഴിയും, മനുഷ്യൻ്റെ ഹൃദയത്തിലെ അസമാധാനം മാറും. പ്രിയപ്പെട്ടവരെ, അത് ദൈവവചനത്തിൻ്റെ ശക്തിയാണ്. നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അതിന് മാത്രം നമ്മുടെ ഹൃദയം തട്ടി നിൽക്കരുത്. എനിക്കൊരു രോഗസൗഖ്യം കിട്ടി, അല്ലെങ്കിൽ എൻ്റെ കടം മാറി, എൻ്റെ മക്കൾക്കൊരു ജോലി കിട്ടി, ഇതിൽ മാത്രം നമ്മുടെ ഹൃദയം തട്ടി നിൽക്കരുത് പ്രിയപ്പെട്ടവരെ. അതൊക്കെ കിട്ടുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ബോധ്യമുണ്ടായിരിക്കണമെന്ത്? ഇതൊക്കെ ഈ ലോകത്തിലെ കാര്യങ്ങളാണ്. ഇതൊന്നുമല്ല എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം, എൻ്റെ ലക്ഷ്യം. ഇതിനപ്പുറം നിത്യതയ്ക്ക് വേണ്ടിയാണ് ഞാൻ കർത്താവിനെ പിൻപറ്റുന്നത്.
പറ്റുമെന്ന്. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കി നിങ്ങൾക്കൊരു ഉത്തരം പറയാൻ കഴിയുമോ? എൻ്റെ ഈ കൂട്ടായ്മ ജീവിതത്തിൻ്റെ ലക്ഷ്യം, എൻ്റെ ഈ ആത്മീയ ജീവിതത്തിൻ്റെ ലാക്ക് നിത്യതയാണെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിനുള്ള ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ? എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, നിത്യത ലാക്കാക്കി വന്നുവെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇസ്രായേലിൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വെള്ളമില്ലെങ്കിൽ അവർ പിറുപിറുക്കും, ആഹാരമില്ലെങ്കിൽ അവർ പിറുപിറുക്കും. ദൈവത്തിന് സ്തോത്രം. അവർ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അവർ മോശയോട് പിറുപിറുക്കും. അതാണ് മനുഷ്യൻ്റെ ഹൃദയം. നാം ചിന്തിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണെന്ന്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അളവ് പോലെ. ഈ എല്ലാം അനുകൂലമായിരിക്കുമ്പോഴല്ല, ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്നതിന് വിരുദ്ധമായി, കാത്തിരുന്നതിന് വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ മനോഭാവം എന്താണെന്ന്, നമ്മുടെ ഹൃദയത്തിലെ അവസ്ഥ എന്താണെന്ന് പ്രിയപ്പെട്ടവരെ അപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മുടെ ലാക്ക് എന്താണെന്ന്, എൻ്റെയും നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ ലാക്കാക്കി നാം യാത്ര ചെയ്യണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, അവർ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് കർത്താവിനെ അന്വേഷിച്ചു വന്നതെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, യേശുക്രിസ്തു തന്നെ പറഞ്ഞതാണ്, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. ഈ ആഹാരം അത് നശിച്ചു പോകുന്നതാണ്, എന്നാൽ നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിന് സ്തോത്രം. വായിക്കാം, നമുക്ക് 6:31 വായിക്കാം. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്നാ തിന്നു. ദൈവത്തിന് സ്തോത്രം. അത് ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്നാ തിന്നു. ദൈവമക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഒരധ്വാനവും കൂടാതെ ദിവസവും പ്രഭാതകാലത്ത് അവരുടെ വീടിൻ്റെ മുമ്പിൽ വീണ് കിടക്കുന്ന ആ സ്വർഗീയ മന്ന, ശക്തിമാന്മാരുടെ അപ്പം എന്നാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. ദൈവമക്കളെ, അത് പറക്കിയെടുത്ത് അവർ അഹോവൃത്തി കഴിച്ചവരായിരുന്നു. എന്നാൽ നാം നാളുകൾ കഴിയുമ്പോൾ അറിയുന്നുണ്ട്, അവർ ദൈവത്തോടും മോശയോടും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ മന്നയല്ലാതെ വേറെ വല്ലതും ഉണ്ടോ എന്ന്. ഈ മന്ന ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന്. ദൈവമക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, നാളുകൾ അധ്വാനം കൂടാതെ സ്വർഗീയ ഭോജനം അവർ ഭക്ഷിച്ചപ്പോൾ അവരുടെ ഹൃദയം അതിനോട് വെറുപ്പായി തീർന്നു. അവർ തന്നെ പറഞ്ഞതാണ്, ഈ മന്നയല്ലാതെ മറ്റൊന്നുമില്ലല്ലോ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അവർ മരുഭൂമിയിൽ മന്ന തിന്നു. വായിച്ചോ. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് പുതിയ നിയമത്തിൽ അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മന്ന നിങ്ങൾക്ക് തന്നത് മോശയല്ല എന്ന്. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം. ജനം ചിന്തിച്ചത്, ഇസ്രായേൽ ജനം ചിന്തിച്ചത്, അവരെ നടത്തിയതും അവർക്ക് വെള്ളം കൊടുത്തതും അവർക്ക് ആഹാരം കൊടുത്തതും അവർക്ക് ഇറച്ചി കൊടുത്തതും എല്ലാം മോശയാണെന്നാണ്. എന്നാൽ പുതിയ നിയമം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, അവർക്ക് മന്ന കൊടുത്തത് മോശയല്ല, പിന്നെയോ നിങ്ങൾക്ക് തന്നത് എൻ്റെ പിതാവത്രേ. ദൈവത്തിന് സ്തോത്രം. സ്വർഗസ്വനായ എൻ്റെ പിതാവാണതെല്ലാം നിങ്ങൾക്ക് തന്നതെന്ന്. ദൈവമക്കളെ, എന്താ നാം പഠിക്കേണ്ടത് അതിൽ നിന്ന്? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം ഏതെങ്കിലും ഒരു ദൈവമക്കളുടെ അടുത്ത് ചെന്നോ, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ ചെന്നോ, എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാർത്ഥിച്ചൊക്കെ സാധിച്ചു കിട്ടുമ്പോൾ നാം മനസ്സിലാക്കണമെന്ത്, അതാ ദൈവമക്കളുടെ വകയൊന്നുമല്ല, അത് ആരാരും തന്നതല്ല. പ്രിയപ്പെട്ടവരെ, അത് നിത്യനായ ദൈവത്തിൻ്റെ ദാനമാണെന്ന് നാം മനസ്സിലാക്കണം. തിരുവചനം പറഞ്ഞിരിക്കുകയാണ്, അവർക്ക് മന്ന കൊടുത്തത് മോശയല്ല, സ്വർഗസ്ഥനായ പിതാവാണ് മന്ന കൊടുത്തതെന്ന്. ദൈവമക്കളെ, ഞാൻ ഊന്നി പറയട്ടെ, നാം ഈ ലോകത്തിലെ ഒരു മനുഷ്യരിലും ആശ്രയിക്കരുത് കേട്ടോ, ഒരു കൂട്ടായ്മയിലും ആശ്രയിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് യേശുക്രിസ്തുവുമായിട്ടൊരു ബന്ധമുണ്ടോ? യേശുക്രിസ്തുവിനെയാണോ നിങ്ങൾ പിൻപറ്റുന്നത്? യേശുക്രിസ്തുവിൻ്റെ രാജ്യമാണോ നിങ്ങളുടെ ലാക്ക്? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, കൂട്ടായ്മകൾ ചിലപ്പോൾ മാറിമറിഞ്ഞു എന്ന് വരാം, ദൈവമക്കൾ ചിലപ്പോൾ മാറിമറിഞ്ഞു എന്ന് വരാം. ഒരു കാലത്ത് ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ടവർ, അനേക ആത്മാക്കളെ നേടിയവർ, അവരെല്ലാം വീണ് തകർന്നു പോയ ചരിത്രം നാം പഠിച്ചിട്ടുണ്ട്. സഹോദര, ഞാൻ ചോദിക്കട്ടെ, കൂട്ടായ്മ നിലച്ചു പോയാൽ, ദൈവമക്കളെ കണ്ടുമുട്ടാനില്ലെങ്കിൽ, മകനെ, നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവിനെ നീ കണ്ടുമുട്ടിയിട്ടുണ്ടോ? നീ പായിലിരിക്കുമ്പോൾ, അല്ല എപ്പോഴും നിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ, അടച്ചിട്ട വാതിലുകളുടെ ഉള്ളിൽ മരണഭയത്തോടെ ഇരുന്ന ശിഷ്യന്മാരുടെ അരികിലേക്ക് കടന്നു എന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ ആ യേശുക്രിസ്തുവിനെ പിടുത്തം കിട്ടിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? എങ്കിലേ നമുക്ക് എത്തപ്പോകാൻ കഴിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ലോകത്തിലെ മനുഷ്യരിലേക്ക് നോക്കിയാൽ, ദൈവമക്കളിലേക്ക് നോക്കിയാൽ,
പ്രിയപ്പെട്ടവരെ, ഒരാൾ നന്മ കാണുമ്പോൾ മറ്റൊരാൾ തിന്മ കാണും. പ്രിയപ്പെട്ടവരെ, അതാണ് മനുഷ്യൻ്റെ പ്രകൃതി. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളിൽ നിന്ന് അനേകർ ദൈവമക്കളുടെ കുറ്റം പറയുന്നവരാ, കൂട്ടായ്മയുടെ കുറ്റം പറയുന്നവരാ, അവിടെ ഇന്ന കുറവുണ്ടെന്ന് പറയുന്നവരാ. അതെല്ലാം അവിടെ ഇരിക്കട്ടെ സഹോദര. കുറവില്ലാത്തവൻ, തികവുള്ളവൻ, നിനക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചവൻ, അവനെ നിനക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടോ? അവൻ്റെ കരങ്ങളിലാണോ നീ ആയിരിക്കുന്നത്? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ലക്ഷ്യം ക്രൂശിതനായ ക്രിസ്തുവായിരിക്കണം. അവനെ നമുക്ക് പിൻപറ്റാൻ കഴിയണം. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ നമുക്ക് ഒറ്റപ്പെടുത്തലുകളോ, അവഗണനകളോ, മാറാ രോഗങ്ങളോ, കടഭാരങ്ങളോ, പ്രിയപ്പെട്ടവരെ മക്കൾ ഉപേക്ഷിക്കുന്ന അനുഭവങ്ങളോ, ഭർത്താവ് ഉപേക്ഷിക്കുന്ന അനുഭവങ്ങളോ, ഭാര്യ ഉപേക്ഷിക്കുന്ന അനുഭവങ്ങളോ, മാതാപിതാക്കൾ കണ്ടില്ല എന്ന് കഴിക്കുന്ന അനുഭവങ്ങളോ, ആരും ഗവനിക്കാത്ത അനുഭവങ്ങളോ എല്ലാം ജീവിതത്തിൽ കടന്നു വന്നു വരാം പ്രിയപ്പെട്ടവർ. എന്നാൽ നിന്നെ എപ്പോഴും മാനിക്കുന്ന, നിന്നെ കാണുന്ന, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന, നിന്റെ കണ്ണുനീര് കാണുന്ന, നിന്റെ ഹൃദയത്തിലേക്ക് എപ്പോഴും ആശ്വാസം തരുന്ന ഒരു യേശുവിനെ നിനക്ക് പരിചയമുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവർക്ക് മന്ന കൊടുത്തത് മോശയല്ല, സ്വർഗസ്ഥനായ പിതാവാണ് മന്ന കൊടുത്തതെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആർക്കാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാത്തത്? നമുക്ക് വായിക്കാം, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കാം. ഈ മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാത്ത ഒരു പ്രകൃതമുണ്ട് എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വായിക്കാം. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ജഡത്തിൽ വസിക്കുന്ന മനുഷ്യൻ ആ ജഡത്തിൻ്റെ അടിമയായി, ജഡീക ഇഷ്ടങ്ങൾക്കും വികാരങ്ങൾക്കും അടിമയായി അതിൽ മാത്രം മുഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജഡത്തിൽ വസിക്കുന്നുവെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മെ ഭരിക്കുന്നത് ജഡസ്വഭാവമാണോ, ജഡത്തിൻ്റെ ചിന്തകളാണോ? 8:5 വായിച്ചേ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി നമ്മുടെ ചിന്ത എന്താ? എപ്പോഴും നാം ചിലപ്പോൾ പ്രാർത്ഥന മുറിയിലൊന്നും ആയിരിക്കില്ല, ഈ ലോകത്തിലെ പല കാര്യങ്ങൾ വ്യാപൃതരായിരിക്കുന്നാൽ ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിലെ ചിന്ത എന്താ? നമ്മുടെ ഹൃദയം എവിടെയായിരിക്കുന്നത്? ദൈവത്തിൻ്റെ സ്തോത്രം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. അവിടെ ഒരു ചോദ്യം കർത്താവിനോട് ചോദിക്കുകയാണ്. വായിക്കാം. അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവിനോട് ചോദിക്കുകയാണ്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ അത് എന്ത് ചെയ്താലാണ് ദൈവം പ്രസാദിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. വായിക്കാം. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി, കർത്താവ് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ. അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു കൊടുത്തു, ദൈവം പ്രസാദിക്കാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എന്ത്? അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം അയച്ച, മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായി അയച്ച യേശുക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി, ദൈവം പ്രസാദിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്ം. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ വലിയ നാളുകളിലൊക്കെ ചിന്തിക്കുകയായിരുന്നു, എത്ര ലളിതമായ മാർഗമാണ് കർത്താവിലൂടെയുള്ള രക്ഷ പിതാവായ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. പഴയ നാം ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, യാഗം കഴിച്ച് വലഞ്ഞു പോയ, ന്യായപ്രമാണം മുഴുവനും ആചരിക്കാൻ കഴിയാതെ വിഷമിച്ചു പോയ മനുഷ്യൻ, എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, എത്ര ലളിതമായ രക്ഷയുടെ മാർഗമാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം പ്രസാദിക്കുന്നത് പുത്രനിൽ നാം വിശ്വസിക്കുമ്പോഴാണ്, പുത്രൻ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോഴാണ്, പുത്രന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ച് നോക്കി, കർത്താവായ യേശുക്രിസ്തുവിൽ എനിക്ക് വിശ്വാസമുണ്ടോ എന്ന്. അനേകർ പറയും, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, യേശുവാണ് രക്ഷകൻ, എല്ലാം ശരിയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ എത്ര പേരുടെ ഹൃദയത്തിൽ ബോധ്യമുണ്ട്
ബോധ്യമുണ്ട്, യേശുക്രിസ്തു മാത്രമാണ് രക്ഷകനെന്ന്, അവനാണ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചതെന്ന്, അവൻ്റെ രക്തമാണ് എൻ്റെ പാപത്തിൻ്റെ എല്ലാം പ്രായശ്ചിത്തമെന്ന് ദൈവമക്കളെ ആ ബോധ്യമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പാപം ചുവന്നുകൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ എവിടെയാണ് പാപം ഇറക്കി വെക്കേണ്ടതെന്ന് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിന്നെ മധ്യസ്ഥന്മാരെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ? നേർച്ചയും കാഴ്ചയും തീർത്ഥാടനങ്ങളുമായിട്ട് നടക്കേണ്ട കാര്യമുണ്ടോ? എന്തിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ചെയ്യുന്നത്? പാപം കൊണ്ട് വലഞ്ഞു പോയ ജനം ഇവിടെ ഒരു സമാധാനവും സ്വസ്ഥതയും കിട്ടാനാണ് ഈ നേർച്ചയും കാഴ്ചയും തീർത്ഥാടനമൊക്കെ ആയിട്ട് ഓടി നടക്കുന്നത്. ദൈവമക്കളെ ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവിന് വ്യക്തിപരമായി പിടുത്തം കിട്ടിയ അവൻ്റെ തിരുരക്തത്താലുള്ള ആ വീണ്ടെടുപ്പ് അനുഭവിക്കുന്ന ഒരു ദൈവത്തിന് ഒരു മധ്യസ്ഥന്മാരെയോ ഒരു തീർത്ഥാടന കേന്ദ്രങ്ങളെയോ ഒന്നും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല പ്രിയപ്പെട്ട. കാരണം മുഴങ്കാലും മടക്കുമ്പോൾ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്നവനാണ് കർത്താവ്. ദൈവമക്കളെ, നമ്മുടെ കുറവുകളായിട്ട് ചെന്നിരുന്നിട്ട് അപ്പാ എന്നെ ഒന്ന് കഴുകണമേ എന്ന് പറയുമ്പോൾ കഴുകിത്തരുന്നൊരു സ്നേഹമുണ്ട് പ്രിയപ്പെട്ടവരെ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ യേശുവിനെ പിടിക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾ കൂട്ടായ്മയല്ല, ദൈവമക്കളെയല്ല, ഏതെങ്കിലും വേലകളെയല്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യൗവനക്കാരെ, നിങ്ങൾ യേശുക്രിസ്തുവിനെ പിടിക്കണം, യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കണം. അവനാണ് വീണ്ടെടുപ്പുകാരൻ, അവനാണ് രക്ഷകൻ, അവനെയാണ് പിതാവായ ദൈവം മാനവരാശിയുടെ രക്ഷകനായി ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ഇതെത്ര ഊന്നി പറഞ്ഞാലും പോരാത്ത കാര്യമാണ് പ്രിയപ്പെട്ടവരെ. എത്ര കേട്ടിട്ടും മനുഷ്യഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാത്തൊരു രഹസ്യമാണത്. യേശുക്രിസ്തു മാത്രമാണെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇല്ലാത്ത മധ്യസ്ഥന്മാർ, ഇല്ലാത്ത വിശുദ്ധന്മാർ എന്തെല്ലാമാണെന്ന് ജനങ്ങളുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട ജനം ഒന്നും അറിയാതെ പ്രിയപ്പെട്ടവരെ ഇവരെല്ലാം അന്വേഷിച്ച് നടക്കുകയാണ്. ഇവർക്കൊക്കെ നേർച്ചയും കാഴ്ചയും തീർത്ഥാടനമായിട്ട് പോവുകയാണ്. ഇവരോടൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ധനവാൻ യാതനാസ്ഥലത്ത് എന്ന് അബ്രാഹാം പിതാവിനോട് 2 കാര്യം പ്രാർത്ഥിച്ചു. ഒരു പ്രയോജനം ഉണ്ടായില്ല. ദൈവമക്കളെ, മധ്യസ്ഥന്മാരെയൊക്കെ കർത്താവ് ഭൂമിയിലാക്കി വെച്ചിട്ടുണ്ടെന്ന് അനേകർ പഠിക്കുന്നത്. ദൈവമക്കളെ, ഒരു മധ്യസ്ഥനേ ഉള്ളൂ, ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. നമുക്കൊരു വാക്യം കൂടി വായിക്കാം. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കാം. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തി വെച്ചു, അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവിടെ 2 പേരെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വായിക്കാം. ദേശത്തെ ഒറ്റുനോക്കിയവരിൽ നൂന്റെ മകൻ യോശുവയും. പ്രിയപ്പെട്ടവരെ, ദേശത്തെ ഒറ്റുനോക്കിയവരിൽ നൂന്റെ മകൻ യോശുവയും യെഫുന്നയുടെ മകൻ കാലേബും അവർ 2 പേര് പ്രിയപ്പെട്ടവരെ 12 പേരെയാണ് അയച്ചതെന്നാൽ അവർ തിരിച്ചു വന്നപ്പോൾ 40 ദിവസം കനാൻ ദേശം ഒറ്റുനോക്കി അവർ തിരിച്ചു വന്നപ്പോൾ ആ കൂട്ടായ്മ പൊളിഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, 12 പേര് ഒരു കൂട്ടായ്മയായിട്ടാണ് പോയത്, ഒരുമിച്ചാണ് പോയത്. മടങ്ങി വന്നപ്പോൾ ഒന്നിച്ചാണ് വന്നത്. എന്നാൽ ദൈവജനത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ 10-2 തിരിഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. 10 പേര് പറഞ്ഞു, കനാൻ ദേശമൊക്കെ നല്ലതാ, അവിടുത്തെ ഫലങ്ങളും നല്ലതാ, എന്നാൽ അവിടെ അനാക്യമല്ലന്മാരുണ്ട്. ഞങ്ങളൊക്കെ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ ഞങ്ങൾക്കൊരു വെട്ടുക്കിളിയെ പോലെയാ തോന്നി, ഒരിക്കലും അത് കിട്ടുകയില്ല എന്ന്. അപ്പോഴാണ് പ്രിയപ്പെട്ടവർ 2 പേര്, നൂൻ്റെ മകൻ യോശുവായും യെഫുന്നയുടെ മകൻ കാലേബും വന്ന് വസ്ത്രം കീറി അവർ പരസ്യമായി പറയുന്നത്. വായിക്കാം. ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ചു ഉറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. അവർ പറയുകയാണ്, ഞങ്ങൾ സഞ്ചരിച്ചു ഉറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാണ്. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ, ദൈവം നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക പറയുകയാണ്, ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി, യഹോവയോട് നിങ്ങൾ മത്സരിക്കരുത്. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. ആ ദേശത്തിലെ ആരെ? അനാക്യമല്ലന്മാരെ നിങ്ങൾ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു, അവരുടെ ശരണം പോയിരിക്കുന്നു. നമ്മോടുകൂടെ യഹോവയുള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്.
ദൈവം പ്രസാദിച്ചവരുടെ വാക്കുകളാണത്. ഞാൻ നിർത്തട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. സ്വർഗത്തിലെ ദൈവം പ്രസാദിച്ച ആ 2 ദൈവമക്കൾ പറഞ്ഞ വാക്കുകളാണെന്ത്? ഈ അനാക്യമല്ലന്മാരെല്ലാം നമുക്ക് ഇരയായിത്തീരുമെന്ന്. അവരെ ഭയപ്പെടരുത്. അവരെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. മാത്രമല്ല, ഒരു കാര്യം, നിങ്ങൾ യഹോവയോട് മത്സരിക്കരുത്. ദൈവമക്കളെ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ ജീവിതം ഒരിക്കൽ കൂടി നമുക്ക് പുതുക്കി സമർപ്പിക്കാം. സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം എനിക്ക് നയിക്കണമെന്ന്, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെന്ന്, ദൈവത്തിൻ്റെ തിരുമുഖത്ത് നിന്ന് കണ്ണുപറിക്കാതെ എനിക്ക് ജീവിക്കണമെന്ന് ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം.